ഗുജറാത്ത് ഗവൺമെന്റിന്റെ വോൾവോ ബസ്സിൽ ഒരു യാത്ര പോയാലോ? അത് നമ്മൾ ഇതുവരെ പോവാത്തൊരു സ്ഥലത്തേക്ക്, അതായത് കേന്ദ്രഭരണ പ്രദേശമായ ദിയുവിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഗുജറാത്തിലെ ദേൽവാഡ എന്ന സ്ഥലത്താണ് ഉള്ളത്. ജുനാഗഡിൽ നിന്നും ഇവിടത്തേക്കുള്ള ഈ മീറ്റർ ഗേജ് ട്രെയിൻ കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇനി ഇവിടുന്ന് കേന്ദ്രഭരണ പ്രദേശമായ ദിയുവിലേക്ക് 8 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്കൊന്നെങ്കിൽ ഷെയർ വണ്ടിക്ക് പോകാം, അല്ലെങ്കിൽ ഓട്ടോ ആക്കിയിട്ട് പോകാം. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു കാഴ്ച ഇങ്ങനെയാണ്. ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഇതിൽ വന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. പുറത്തേക്കുള്ള ഒരു വഴി അതാ ഇവിടെയാണ്. ഇവിടെ പുറത്തന്നെ വണ്ടി കാണുന്നുണ്ട്. ഇത് ഡീസൽ ബുള്ളറ്റാണ് ഈ പോകുന്നത്. അതിൽ വേണമെങ്കിൽ പോവാം. അതാ ഇവിടെയും ഉണ്ട്. ഒരു കിടിലൻ റൈഡ് തന്നെയാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് തന്നെ. ഈ വണ്ടി എന്തായാലും പോകുന്നില്ല. വണ്ടിയൊക്കെ അങ്ങോട്ട് പോകുന്ന വണ്ടി കിട്ടുന്നൊരു ഭാഗത്ത് ആക്കാന്നാണ് പറഞ്ഞത്. ഇത് പണ്ട് കാലത്തെ ഡീസൽ ബുള്ളറ്റ് ഇവരിപ്പോൾ മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി. സംഭവം അടിപൊളിയാണ്. ഈ വണ്ടി കാണാൻ വന്നത്, പക്ഷേ ഈ ചേട്ടൻ പൈസയൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം ദ്വീപിലേക്കുള്ള വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, ഓട്ടോ ആയാലും കിട്ടും, അല്ലെങ്കിൽ ബസ് തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ദ്വീപിലേക്ക് പോകാൻ ഒരു ഷെയർ വണ്ടി കിട്ടിയ. ഇപ്പോൾ നമ്മൾ ദ്വീപിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരാൾക്ക് 30 രൂപയല്ലേ പറഞ്ഞത്? ഒരാൾക്ക് 30 രൂപയാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ബുള്ളറ്റ് പോലത്തെ വണ്ടി, അതേപോലത്തെ വണ്ടി തന്നെയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ആദ്യമായി ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഷെയർ വണ്ടി വന്ന് ഇറങ്ങിയത്. 10 കിലോമീറ്റർ വരാനുണ്ടായിരുന്നു. 30 രൂപ നേരത്തെ പറഞ്ഞല്ലോ. ശരിക്കും ഇതുപോലെയുള്ള വണ്ടികളിൽ വരുന്നതാണ് നല്ലത്. എത്ര പൈസ ലാഭിക്കാം അല്ലേ? ആ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ്. അതായത് ഡീസൽ ബുള്ളറ്റ് ആണെന്ന് ഓൾറെഡി കാണിച്ചല്ലോ. നമ്മുടെ നാട്ടിലല്ല, സൗത്തിന്റെ ഭാഗത്തേക്കൊന്നും അത് ഇല്ലേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആ സ്പോട്ടിൽ MVD അത് ഊക്കിക്കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഇവിടെ ഒരു കോട്ടയുണ്ട്, അതുപോലെ തന്നെ ബീച്ചൊക്കെ ഉണ്ട്. നമുക്ക് ബസ്സിൽ പോകാൻ ഒരുപാട് സമയം ഇനി ബാക്കിയുണ്ടല്ലോ. അതായത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വോൾവോയിൽ പോകുന്ന കാര്യമൊക്കെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ വൈകുന്നേരം 6 മണിക്ക് മാത്രമേ ഉള്ളൂ. ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് വെറുതെ അവിടെ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണ്ട. നമുക്ക് ഇവിടുത്തെ കാണേണ്ട കുറച്ച് ഭാഗങ്ങളിലേക്ക് എന്തായാലും പോവാം. ഇതാണ് ദിയു ബസ് സ്റ്റാൻഡ്. തൊട്ട് മുന്നിലായി 3 വോൾവോകൾ നമുക്ക് കാണാം. അതിലേതോ ഒന്നാണ് നമുക്ക് പോകാനുള്ളത്. എല്ലാ സമയമാകുമ്പോൾ നമുക്ക് നോക്കി റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഇന്ന് എന്തോ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെ വെച്ച് സെറ്റാണ്. അപ്പോൾ കിടിലം വണ്ടികൾ തന്നെ കേട്ടോ. GSRTCൻ്റെ വണ്ടികൾ നല്ല ലുക്കുണ്ട്. ഇനിയിപ്പോൾ ഇതുവഴിയാണ് നമുക്ക് നേരെ നടന്നിട്ട് പോകാനുള്ളത്. സമയം 4 മണിയായി. ബീച്ചിൻ്റെ ഭാഗത്തേക്ക് ഒരു 500 മീറ്റർ കൂടി ഉണ്ട് നടന്നു പോകാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ ഇവിടുന്ന് ഒരു കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകാമെന്ന് കരുതി. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗത്ത് നിന്ന് കാണുന്നൊരു കാഴ്ചയാണ്. അവിടെയൊക്കെ ബീച്ച് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ബട്ടർ റൊട്ടിയും ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇത് കണ്ടിട്ട് തന്നെ നമുക്കറിയാം ഹൈദരാബാദി ബിരിയാണീൻ്റെ ഒരു 7 ഇലത്തോലും എത്തില്ലെന്ന്. കാരണം ഓർഡർ ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തതല്ലേ. അല്ല, പേര് മാത്രമേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് നോക്കാം. നിനക്ക് നല്ല വിശക്കുന്നില്ലേ? നിനക്കെന്നെ തന്നേക്കാം. ഈ ഭാഗങ്ങളിലെ ഈ ബിരിയാണികൾ നല്ല എന്താ പറയാ കളറാണല്ലേ. ഈ ഒരു നല്ല പച്ച കളർ. കാരണം അങ്ങനെയാണ് അതിന്റെ മസാലയൊക്കെ വരുന്നത്. അതെ അതെ അതെ. കഴിച്ചിട്ട് എരിവുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ റൈത്തയും കൂടെ ഉണ്ട് കേട്ടോ. കളർ കണ്ടപ്പോൾ നല്ല എരിവുണ്ടാവുന്ന വിചാരിച്ചത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. തൈരും കൂട്ടി കഴിക്കുവാന് റൈത്ത കുറച്ച് ഇതിലേക്ക് എടുക്കാം. ഭക്ഷണം കഴിച്ച് ഇനി നേരെ ഫോർട്ടിൻ്റെ ഭാഗത്തേക്ക് നടന്നിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ തൊട്ട് മുന്നിലായി ഒരു ബോട്ടൊക്കെ കാണാം. നടന്നിട്ട് പോകാൻ നല്ലൊരു വഴി തന്നെയുണ്ട്. അടുത്ത് തന്നെയായി. കഴിച്ച ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കളർ കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഓർഡർ ചെയ്തത് പാഴായെന്ന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗങ്ങളായിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ ലിക്കർ കിട്ടും. അതായത് ഗുജറാത്തിൽ മദ്യനിരോധനമാണ്, പക്ഷേ ദിയു ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ. ഇവിടെ മദ്യമൊക്കെ ഇഷ്ടം പോലെ കിട്ടും.
ദിയു ഫോർട്ട് ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇതുവഴിയാണ് അകത്തേക്ക് കയറുക. ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റും ഇല്ല, UPI പേയ്മെൻറ്റും ഇല്ല, ഓൺലി കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി കുട്ടികൾക്കാണെങ്കിൽ 75 രൂപ, പിന്നെ ഫോറിൻ ടൂറിസ്റ്റ് ആണെങ്കിൽ 200 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതുവഴി ഇനിയിപ്പോൾ കോട്ടയുടെ അകത്തോട്ട് കയറാം. നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെറിയ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറാനുണ്ട്. അങ്ങനെ കയറി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ വഴി നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ 2 ഭാഗത്തായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് വെള്ളമാണ്. എന്താ ഈ കാണുന്നത് കടലിൻ്റെ ഭാഗങ്ങളാണ്. കോട്ടയുടെ മറ്റ് ഭാഗം ഇവിടെയാണ്. ഇതുവഴി നേരെ മുകൾ ഭാഗത്തേക്ക് നടക്കാം. ഇത് നേരെ ആ ഒരു കടലിൻ്റെ ആ ഭാഗത്തേക്കുള്ളതാണ്. പക്ഷേ അത് വലിയ വ്യൂ ഒന്നും കിട്ടുന്നില്ല, നമുക്ക് മുകളിലേക്ക് തന്നെ കയറണം. തിരക്ക് ഇല്ല കേട്ടാ, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. കോട്ടയുടെ ടോപ്പ് വ്യൂ ആ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ നടന്നു പോകുന്നത്. ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു കടലിൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇവിടെ തന്നെ പീരങ്കിയൊക്കെ കാണാം. നല്ല ഹൈറ്റ് തന്നെയാണിതാ. നമുക്ക് ഇതിലൂടെ തന്നെ ഒരു ചെറിയൊരു വ്യൂ നോക്കാം. ഇത്രയും അങ്ങ് ആ മുൻഭാഗത്ത് ഈ കോട്ടേൻ്റെ ഭാഗം അങ്ങ് അതിലൂടെയൊക്കെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുവഴിയൊക്കെ നടന്നിട്ട് പോവാം. ഈ ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ബെല്ല് കാണാം. പിന്നെ ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തൊട്ട് മുന്നിലായി ലൈറ്റ് ഹൗസ് കാണാം. അവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതുവഴി തന്നെ ഇറങ്ങിപ്പോവാം. ഇതിൻ്റെ മുകൾ ഭാഗം വഴി ഇങ്ങനെയൊക്കെ നടക്കാൻ കേട്ടോ, പക്ഷെ ഞങ്ങൾ അതിലൂടെ നടക്കുന്നില്ല. ഞങ്ങളിനിപ്പോൾ ആ സൈഡിലോട്ട് പോവുകയാണ്. വൈകുന്നേരം 4:30 ആയാലും നല്ല വെയിലാണ് ഇവിടെ. അതുകൊണ്ട് ഈ ബാഗും എടുത്ത് ഇതിലൂടെ നടന്നു വരിക കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ചൂടാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. നല്ല താഴ്ചയുണ്ട്. ഇതാ ഒരുപാട് അടി താഴ്ചയുണ്ട്. അതിന് കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ദിയുവിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു ലാൻഡ്മാർക്കാണ് ദിയു ഫോർട്ട് എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അതായത് 1535 1535 മുതൽ 1961 വരെ ഈ ദിയു ഒക്കെ ഭരണം നടത്തിയിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. ശേഷം 1961 ഡിസംബർ 19 ഇന്ത്യൻ സൈന്യം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഈ ദിയു ഒക്കെ സൈന്യം യുദ്ധം ചെയ്ത് കൈവശപ്പെടുത്തിയത്. അപ്പോൾ അതുവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ യൂണിയൻ ടെറിട്ടറി ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പോർച്ചുഗീസുകാരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ടച്ചപ്പ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോട്ടയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ ഈ ഭാഗത്താണ് ദിയു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ദിയുവിന് ഹിന്ദിയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ദിവ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് നടന്നാൽ തന്നെ തൊട്ട് മുന്നിലാണ് കളക്ട്രേറ്റ്. തെങ്ങ ഒരു ബൈക്കുള്ള ഭാഗമില്ലേ, അതാണ് ഇവിടുത്തെ കളക്ട്രേറ്റ്. കാരണം ഇതെല്ലാം വളരെ അടുത്തടുത്ത് തന്നെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തിരികെയാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ള വോൾവോ ഇത് തന്നെയാണെന്ന് തോന്നുന്നത്. അതെ, ഇത് തന്നെയാണ് ദിയു ബുജ്. ഈ കാണുന്ന വണ്ടി. ഇനിയിപ്പോൾ നേരെ അതിലോട്ട് കയറാം. 5:20 ഇനി പുറപ്പെടാനൊരു 40 മിനിറ്റ് കൂടെ ഉള്ളൂ. നടന്നൊരു പരുവായി. നല്ല ചൂടാണല്ലോ. ഇനി ഞങ്ങൾ പോകുന്ന ബസ്സിനെ പറ്റി പറയാം. ഇവിടെ ദിയുന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഭുജിലേക്ക് പോകുന്ന വോൾവോക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്നത് ഭുജിലേക്കല്ല, വെരാവലിനടുത്തുള്ള സോമനാഥ് വരെയാണ്.
അതായത് 85 കിലോമീറ്റർ പോകാനുണ്ട് സോമനാഥിലേക്ക്. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുമെന്നാണ് കണ്ടത്. ഗൂഗിൾ മാപ്പിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് വണ്ടി. കുറച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ അകത്തേക്ക് അവർ ആളെ കയറ്റുള്ളൂ. ഇവിടെ പ്രധാനമന്ത്രിനെയൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ളത് ഗുജറാത്ത് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അവിടുത്തെ ഗതാഗത മന്ത്രി ആകാം. വണ്ടി എന്തായാലും ഇനി പുറപ്പെടാൻ ഒരു അരമണിക്കൂർ കൂടി ഉണ്ടത്രേ. അവർ ആ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടു നിർത്തും. ദിയൂലത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ ഇത്. അഞ്ച് 50 ഇതുവരെയായിട്ടും ബസ് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും പുറപ്പെടാൻ ഇവിടെ നിന്ന് ലേറ്റ് ആവും. 6 മണിക്കാണ് വണ്ടി അവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. ESRTC പ്രീമിയം സർവീസ് ബോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ തന്നെ ദിയു ഭുജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിലാണ് ഇനിയിപ്പോൾ യാത്ര ചെയ്യാനുള്ളത്. നമുക്ക് ഏറ്റവും അവസാനം കയറാം. ഏറ്റവും മുന്നിൽ തന്നെയാണ് നമ്മളെടുത്ത സീറ്റ്. അതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ കയറിയിട്ട് സാവധാനത്തിൽ കയറാം. നല്ല ലുക്ക് വണ്ടി തന്നെയാണ്. 6:10 ഇപ്പോഴാണ് ഇവിടുന്ന് വണ്ടി എടുത്തത്. പെട്ടെന്ന് തന്നെ ബോർഡ് ചെയ്ത്. സീറ്റ് എടുത്തത് ഏറ്റവും മുന്നിൽ തന്നെയാണ്. എനിക്ക് ഫ്രണ്ട് വ്യൂ കാണാനാണ്. ഞങ്ങൾ 2 ആഴ്ച മുന്നെയാണ് ഈ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. GSRTCൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. ഒരാൾക്ക് സോമനാഥിലേക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 220 രൂപയാണ്. ഇവിടുത്തെ റോഡ് കണ്ടോ, അടിപൊളിയാണ്. സോമനാഥ് വരെ ഇതുപോലെയുള്ള അടിപൊളി റോഡുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 2 മണിക്കൂർ കൊണ്ട് ബസ് എത്തുന്നത്. ഇപ്പോൾ ഗുജറാത്തിലേക്ക് തിരിക്കുകയാണ്. ദേൽവാഡ, അതായത് നമ്മൾ ആദ്യം ട്രെയിൻ ഇറങ്ങി ഇതുവഴിയാണല്ലോ വന്നത്. ഇതുവഴി തന്നെയാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. ഇന്ന് ഇവിടേക്ക് എന്തോ പരിപാടിയുണ്ട്. അതിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പുന എന്നൊരു പട്ടണത്തിലേക്ക് തിരികെയാണ്. ഒരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് ദിയൂന്ന് പുന. റോഡിൻ്റെ ഇരുവശത്തായിട്ട് പശുക്കളെയൊക്കെ കാണും. ഇത് തിരക്കുള്ള ഒരു പട്ടണം തന്നെയാണ്. ഇത് നമ്മുടെ നേരത്തെ വന്ന ഒരു ഡീസൽ ബുള്ളറ്റിൻ്റെ അതാണ്. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ കാണുന്ന വണ്ടി അതാണ്. ഇവിടെ കണ്ട മുഴുവനും പശുക്കൾ മാത്രമേ ഉള്ളൂ. അതായത് ഈ റോഡിൻ്റെ ഭാഗത്ത് തന്നെയാണിത്. മെയിൻ റോഡ് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു ഇടുങ്ങിയ വഴിയാണ് ബസ് പോകുന്നത്. ഇത്രയും വലിയ വണ്ടി ഈ ചെറിയ വഴിയിലൂടെയൊക്കെ പോകണ്ടേ? ഇവിടെ ഈ പരിപാടി കാരണം
വണ്ടിയൊക്കെ വഴിതിരിച്ച് വിടുകയാണ്. വണ്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വോൾവോൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ ഇവിടെയാണ്. നമ്മളിതാ ഇരിക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. ഇതാണ് ബസ്. ഈ ഭാഗത്താണ് ഇപ്പോൾ വണ്ടി വന്ന് നിൽക്കുന്നത്. പരിപാടിക്കാരനാണേ, പോകാൻ വഴിയില്ല വേറെ. CCTV ക്യാമറയൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇവിടെയാണ് AC വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. സീറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് ചാർജിങ് പോയിന്റ് ഒക്കെ വരുന്നത്. C ടൈപ്പും USB അവൈലബിൾ ആണ്. ഇവിടെ അമ്പലത്തിലത്തെ ഉത്സവം കാരനാണ് വണ്ടി പെട്ടുപോയത്. ഒരടി പോലും ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം മുന്നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തോരണങ്ങൾ മുഴുവനും പോവും. അതുപോലെ തന്നെ അവിടെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ലൈനൊക്കെ ബസ്സിൻ്റെ മുകൾ ഭാഗത്ത് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വലിയ വണ്ടിയല്ലേ, ഇതാ അതിനിടയിൽ ഇതൊക്കെ പോകുന്നുണ്ട്. എന്തായാലും നല്ലോണം ലേറ്റാവും വണ്ടി. ഇനി വണ്ടി വീണ്ടും ഇതാ വഴി തിരിച്ചു പോവുകയാണ്. ബസിന്റെ കണ്ടക്ടറാണ്. ഇവിടെ വലിയ ലൈനൊക്കെ ഉണ്ട്. ഇതൊന്നും ബസ്സിന് ടച്ച് ചെയ്യാൻ പാടില്ലല്ലോ. ഇവര് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചു വന്നതേ അല്ല. പക്ഷെ എന്തൊന്നാലും ജീവനക്കാരുടെ അവസ്ഥ അല്ലവന്, അവർക്കത് ചെയ്തല്ലേ പറ്റും. എന്തായാലും വണ്ടി ഡിലേ ആയിട്ടുണ്ട്. വണ്ടി ഇപ്പം റിവേഴ്സ് ചെയ്ത് പോവാണ്. ഇതുവഴിയും പോക്ക് നടക്കൂല. ഇതിപ്പം പുറത്തോട്ട് ഇറങ്ങി പോവാണ്. ഇതാണ്ടതാ ഇവിടെ ഇപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങനെ തന്നെ ആണോല്ലോ. ഇവിടെ ഇപ്പൊ ഒരു പരിപാടി കാരണം റോഡ് മുഴുവനും ബ്ലോക്കാണ്. ഇപ്പോൾ വണ്ടികളൊക്കെ ഇന്നലെ വേറെ വഴിയാണല്ലോ പോയത്. ഇന്നിപ്പോൾ അതും ഇല്ല. ഈ വണ്ടി എങ്ങോട്ടാണ് എടുത്തിട്ട് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് പോലും, അതായത് ഈ ബസ്സിലിരിക്കുന്ന യാത്രക്കാർക്ക് പോലും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് എത്തണമല്ലോ. ഇവിടെ സ്റ്റക്കായി വീണ്ടും തേൽവാടിയിലേക്ക് വന്ന മീറ്റർ ഗേജ് റെയിൽപാതയാണത്. ഈ റോഡ് വഴി പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ മാറി ഹൈവേ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള ഒരു ഓട്ടോ ആണ്. അങ്ങനെ ഫൈനലി ഇതാ 6 വരി പാതയിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല കിടുക്കൻ റോഡ്. ആ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഫലം കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പറന്നു പോവാം.
ബസ് ഇപ്പോൾ കൊടിനാർ എന്നൊരു സ്ഥലത്തെത്തി. കൊടിനാർ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇനി ഒരു 43 കിലോമീറ്റർ കൂടെ സോംനാഥിലേക്ക് പോകാനുണ്ട്. 1 മണിക്കൂർ. 8:35 ബസ് ഇതാ സോംനാഥിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1 കിലോമീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. ഈ വഴി നേരെ സോംനാഥ് ക്ഷേത്രത്തിലേക്കുള്ളതാണ്. അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ദിയൂന്ന് ഭുജ് വരെ ഈ ബസ് ആകെ എടുക്കുന്ന കിലോമീറ്റർ 510 11 മണിക്കൂറിന് മുകളിൽ സമയം എടുക്കുന്നുണ്ട്. നാളെ വെളുപ്പിന് 5:30 ബസ് ഭുജിലെത്തും. അതുപോലെ തന്നെ ഈ വണ്ടി ഓടുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ദിയൂന്ന് പുറപ്പെട്ടിട്ട് നേരെ സോമനാഥ്, വെരാവൽ, ജുനഗഡ്, രാജ്കോട്ട്, മോർബി കഴിഞ്ഞ ശേഷം 5-6 വഴിയാണ് ഇത് നേരെ ഭുജിലേക്ക് പോകുന്നത്. നല്ലൊരു സർവീസ് തന്നെയാണ്. ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ബ്ലോക്ക് കിട്ടിയതല്ലാതെ വല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അവർ ഓടിച്ച് എത്തിയല്ലേ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ചീപ്പാണ് കേട്ടോ. അത് എടുത്ത് പറഞ്ഞോട്ടോ, ഇത്രയും നല്ല വോൾവോ ബസ്സിൽ ചെറിയ പൈസ മാത്രമേ ആയിട്ടുള്ളൂ. നല്ല സർവീസ് തന്നെയാണ്. ബസ് ഇറങ്ങി ഇനി നേരെ പോകുന്നു സോംനാഥ് ക്ഷേത്രത്തിലേക്ക്. നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ വൃത്തിയൊക്കെ കണ്ട നല്ല വഴികളാണ്. അതുപോലെ തന്നെ ഇവിടുന്നൊക്കെ AC-യും അതുപോലെ തന്നെ നോൺ AC-യും ബസ്സുകളൊക്കെ കിട്ടും. എല്ലാ ഭാഗത്തേക്കും ഉണ്ട് ഓൾറെഡി. രാത്രി ആയാലും നല്ല തിരക്കുണ്ട്. നമുക്ക് ആ ഒരു ബീച്ച് സൈഡിലോട്ട് പോവാം. അതിലൂടെ നടന്നു പോകാൻ നല്ല വഴിയുണ്ട്. സോംനാഥിൽ നമ്മൾ ഇത് 3ാമത്തെ തവണയാണ് വരുന്നത്. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ നേരെ കാണുന്ന വഴിയാണ് വെരാവലിലേക്ക്. പിന്നെ ഇതൊരു വലിയൊരു സർക്കിളാണ്. ഈ തൊട്ട് മുന്നിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഈ കടൽ തീരത്തിൻ്റെ അവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിങ്ങോട്ടാണ് ഓഷ്യൻ വ്യൂ. ഇതുവഴി നമുക്കിനിപ്പോൾ അവിടത്തോട്ട് പോവാം. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് നമുക്ക് കയറിപ്പോകാനുള്ളത്. പക്ഷേ അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ആ ഒരു കടൽ തീരത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവിടെയായിരുന്നു നല്ലൊരു വ്യൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അവിടെ കയറിയ ആൾക്കാർ തിരിച്ചിറങ്ങി വരുന്നതല്ലാതെ ഇവിടുന്ന് ആർക്കും തന്നെ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഗുജറാത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് സോമനാഥ് എന്ന് പറയുന്നത്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിൽ ദ്വാരക, തമിഴ്നാട് രാമേശ്വരം, ഒഡീഷയിലെ പുരി, ഇതൊക്കെ കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ ഒന്നാണ് സോമനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിനെ പറയുന്ന പേര് പ്രഭാസ് പട്ട എന്നാണ്. വെരാവലിനടുത്താണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് സോമനാഥ ക്ഷേത്രമൊക്കെ വരുന്നത്. ഈ തൊട്ട് മുന്നിൽ ഇവിടെയാണ് ക്ഷേത്രം. ക്ഷേത്രഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബാഗും അതുപോലെ തന്നെ ഫോണൊക്കെ ലോക്കറിൽ വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷൂ കൗണ്ടർ പ്രത്യേകമായിട്ട് തന്നെ ഉണ്ട്, ചെരുപ്പ് വെക്കാനുള്ള ഒരു സൗകര്യം. ലൈറ്റൊക്കെ മാറി ഇതാ അടിപൊളിയാണ്. ഇതിനെക്കാട്ടി നല്ല വ്യൂ നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ. അതായത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഒരു ഓഷ്യൻ വ്യൂ എന്ന് പറഞ്ഞിട്ട്, അവിടെ തന്നെയാണ് ഞങ്ങൾ മുൻപേ വന്ന സമയത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോ പകർത്തിയത്. കാരണം ഞങ്ങളുടെ ആ ഒരു ചാനലിൽ തന്നെ നമ്മുടെ ആ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒരുപാട് സ്ഥല സൗകര്യം ഉണ്ട് ഇവിടെ. കൂടുതലായിട്ട് വന്നതാണല്ലോ ഇതൊക്കെ അല്ലേ. ഇപ്പോൾ പുതിയത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇങ്ങനെ നല്ല ഉണ്ടായത്, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സോമനാഥിൽ ഒരു ത്രിവേണി സംഗമൊക്കെ ഉണ്ട്, 3 നദികൾ കൂടിച്ചേരുന്ന ഒരു ഭാഗം. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ വെരാവലിലേക്ക് പോവുകയാണ്. അതായത് നിങ്ങൾ വെരാവലിലോട്ട് പോകുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമില്ലേ, ഈ മെയിൻ റോഡിൽ തന്നെ ഒരുപാട് ഓട്ടോറിക്ഷകൾ നിർത്തിയിരിക്കുന്നതാണ്. ഷെയറായിട്ട് നമുക്ക് വെരാവലിലേക്ക് പോകാം. 20-30 രൂപയെങ്ങാണ്ടേ ഉണ്ടാവുള്ളൂ. കഴിക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നേരെ വെരാവലിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി രാത്രി മസാല ദോശയാണ് കഴിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയാണല്ലോ കഴിച്ചത് ഇവിടുത്തെ. അപ്പോൾ രാത്രിക്ക് ഇനിയിപ്പോൾ കുറച്ച് സൗത്ത് ഇന്ത്യൻ
ഇതായിട്ട് നമുക്ക് മസാല ദോശ കഴിക്കാമെന്ന് കരുതി. ഇതിൻ്റെ കൂടെ തന്നെ സാമ്പാറും ഉണ്ട്, ചട്നിയും ഉണ്ട്. 100 രൂപയാണ് ഒരു മസാല ദോശക്ക്. 100 രൂപയാണ്. പക്ഷെ മനു നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഹൈദരാബാദി ബിരിയാണി നമ്മുടെ നോൺ വെജ് എന്നറിയാം, ഇവിടൊക്കെ വെജ് മാത്രമേ കിട്ടുള്ളൂ. ഇവിടുത്തെ ടോട്ടലി വെജ്. പിന്നെ സോമനാഥും നമ്മുടെ ഈ ഭാഗത്തൊന്നും നോക്കേ വേണ്ട. പക്ഷെ ദ്വീപിൽ കിട്ടും കേട്ടോ അത് നോൺ വെജ് ഒക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ വെരാവലിലോട്ട് പോവാം. ഒരു 6 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. ഈ കാണുന്ന വണ്ടികളൊക്കെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ആൾക്കാരൊക്കെ ഉള്ള വണ്ടി പെട്ടെന്ന് എടുത്തു പോകും. നമുക്ക് അവിടെ 2-3 വണ്ടികൾ കാണുന്നുണ്ട്, അതിൽ കയറാം. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇനിയിപ്പോൾ നമ്മൾ വെരാവലിലെത്തും. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. രാത്രി ഇപ്പോൾ 9:30. നല്ലൊരു സ്ഥലം തന്നെയാണ് സോമനാഥ്. സോമനാഥിലൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ അതിപ്പോൾ നിലവിൽ ക്ലോസ് ആയിട്ടാണുള്ളത്. ഇതിൻ്റെ പുറകിലും അങ്ങനെ വെരാവലിൽ എത്തിയിരിക്കുകയാണ്. ഈ വെരാവൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് വെരാവലിലേക്ക് ഒരു വീക്കിലി എക്സ്പ്രസ് ഉണ്ട്. ഷെയർ വണ്ടിക്ക് ഒരാൾക്ക് 30 രൂപയാണ് വന്നത്. നമ്മൾ അന്ന് വന്ന സമയത്ത്, ഒരു 2 വർഷം മുന്നേ വന്ന സമയത്ത് ഇവിടെ നവീകരണമാണ് ഉണ്ടായത്. ഇപ്പം നല്ല അടിപൊളി സ്റ്റേഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെയാണ് ചെറിയൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഈ മെയിൻ എൻട്രൻസിൻ്റെ ഒരു ഭാഗത്തൊരു ഗേറ്റൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരും ആദ്യമായിട്ടാണ് GSRTCൻ്റെ വോൾവോയിൽ യാത്ര ചെയ്യുന്നത്. നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ആദ്യം ഏതൊക്കെ ഊട് വഴിയിലൂടെ പോകുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു സോമനാഥിലെത്താൻ ഒരുപാട് ലേറ്റ് ആവുന്നു. കാരണം അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കിടപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും ആ ജീവനക്കാരെല്ലാം കൂടി അത് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇവിടെ എത്തി. വലിയ ഡിലേ ആവാതെ തന്നെ എന്താ പറയുക, സോമനാഥിലെത്തി. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നു ഓക്കേയിലേക്ക്. വെരാവലിന് രാത്രി 11:05 ട്രെയിൻ. കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ ഓക്കേൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റു ദിവസങ്ങളിലൊന്നിലേക്കും. ബൈ.